one of my weakness is candles. So I lighted a candle when I'm doing this. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. സംടൈംസ് നമുക്കത് ചെയ്യാനുള്ള സമയമില്ലാതിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫൗണ്ടേഷൻ മാത്രം ഇട്ടൊരു പൗഡറും മാത്രം ഇട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്കതിലോട്ട് കിടക്കാം. വന്നോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല, ക്രീം ഒന്നുമില്ല. ബോഡി ഷോപ്പിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഒരു പീര വലുപ്പത്തിൽ മുഖത്തൊക്കെ ഇട്ട് നമ്മുടെ മുഖം ഒന്ന് ആ ഡ്രൈനെസ്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ നെക്ക് ഭാഗവും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം അതിൽ ഇത്രമാത്രം വാട്ടർ, ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വാട്ടർ എടുത്ത് കയ്യിൽ നന്നായിട്ടൊന്ന് തേക്കുക. എന്നിട്ടിത് മുഖത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോപ്പ് ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് നമ്മൾ ഏത് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് എന്താണ് നമ്മുടെ കൈവശം ഉള്ളത്, നമ്മുടെ സ്കിന്നിന് സൂട്ടബിളായിട്ടുള്ളത് നിങ്ങളുടെ കൈവശം ഉള്ളത് ഉപയോഗിക്കാം. ഏത് തന്നെ ആയാലും കേട്ടോ. ഒരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡറാണ് നിങ്ങളുടെ കൈവശം. ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെറ്റാണ് കേട്ടോ. ഞാൻ വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഒന്ന് വെറ്റ് ചെയ്യുക ഈ ടോപ്പ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫൗണ്ടേഷൻ ഇത്രയേ ഉള്ളൂ. ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ഞാൻ. 3 ചെറിയ പമ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാമല്ലോ എവിടെയൊക്കെ വേണം, എവിടെയൊക്കെ വേണ്ട. നമ്മുടെ നെക്കിലും നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ഇൻ ചെയ്യുക. അപ്പോൾ ചെറിയ ഒരു നനവ് കാണും. ചെയ്യുമ്പോൾ നല്ല ഈവനായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും കേട്ടോ. നമ്മുടെ മുഖത്തിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ചെറിയ മിറർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ മിറർ എടുത്ത് നോക്കിക്കൊള്ളണം. ടേക്ക് യുവർ ടൈം ടു ബ്ലെൻഡ് ഇൻ എന്നാണ് കേട്ടോ. നമ്മുടെ സമയമെടുത്ത് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ മുഖം അബ്സോർബ് ചെയ്യണം. അപ്പോൾ ആ ഒരു ചെറിയ നനവ് അല്ലെങ്കിൽ ചെറിയ മോയ്സ്റ്റ് ഉള്ളപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിൻ നന്നായിട്ട്. അപ്പോൾ കൈ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഈസിയാണ്. അതുപോലെ തന്നെ ഈവൻലി സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ നല്ല പാമ്പേർഡായിട്ടും ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പാക്റ്റ് പൗഡർ ഏതാണ് കൈവശമുള്ളത് അതിടാം. ഇത് ഡിയോറിൻ്റെ പൗഡറാണ്. ഡിയോർ ഒരു പൗഡർ ബ്രഷ് വെച്ച് തന്നെ ഇത് ചെയ്യണം കേട്ടോ. ചില അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ സുന്ദരിയായി പുറത്തോട്ട് പോകാം. ഈ ഒരു ചെറിയ മേക്കപ്പ് മാത്രം വേണ്ടി വരും കേട്ടോ. അധികം മേക്കപ്പ് ഒന്നും വേണ്ടി വരില്ല, അറിയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്ലി ഒന്ന് നമ്മുടെ ലിപ്സിനെ ഒരു ചെറിയ ടിൻറ്റ് കൊടുക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ ഡിയോറിൻ്റെതാണ്. ലിപ്പ് ഗ്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. ലിപ്പ് ഗ്ലോ, ചെറിയൊരു ഗ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കളർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കളറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതിൽ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ല. പക്ഷേ ലിപ്സിന് ഒരു ലൈറ്റ് ഗ്ലോ കൊടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ചേച്ചിമാർക്കും അതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പാണ്. പിന്നെ നമ്മൾ പൊട്ടിടുകയോ കണ്ണു വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും
ഒരു നല്ല സുന്ദരിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്.